നമ്മുടെ വിഷു ആഘോഷം ഇത് ഇവിടെ തുടങ്ങുകയാണ്. വിഷുവിന് എന്താ മെയിൻ? കണി തന്നെ. അപ്പോൾ നമ്മളിത് ഇതിൽ നിന്നൊരു കണ്ണനെ പൊക്കുന്നുണ്ട്, ഒപ്പം തിരുവിടയാടയും. നമുക്ക് ഈ കളർഫുള്ളായ കണ്ണനെ തന്നെ എടുക്കാം അല്ലേ? ആളെ മുണ്ടൊക്കെ എടുത്ത് കുട്ടപ്പനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. നാളെ വിഷു അല്ലേ, മുണ്ടൊക്കെ കൊടുക്കണ്ടേ? പിന്നെ കണ്ണേട്ടന് ഓടക്കുഴൽ മസ്റ്റാണല്ലോ. അപ്പോഴത്തെ ഓടക്കുഴലും ഇവിടെ വെച്ചിട്ടുണ്ട്. ഫൈനലി നമ്മൾ കണി സെറ്റ് ചെയ്തത് ഇങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ വെച്ച് ഇനി എന്തെങ്കിലും വെക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ കിണ്ടി മിസ്സിങ് ആയിരുന്നു. അപ്പോൾ പിന്നെ അതിലും വെള്ളം നിറച്ചിട്ട് നമ്മളവിടെ കൊടുന്നു വെച്ചു. പിന്നെ കിണ്ടിയിലെ വെള്ളത്തിൽ കുറച്ച് പൂവൊക്കെ ഇട്ടാലേ ഒന്ന് ഗുമ്മാവുള്ളൂ. മുല്ലപ്പൂ ഇപ്രാവശ്യം നേരത്തെ ഉണ്ടായതുകൊണ്ട് തന്നെ അതുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് കൊന്നപ്പൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോഴത്തെ ഇതാണ് നമ്മുടെ രാവിലത്തെ കണി. കണി കഴിഞ്ഞാൽ പിന്നെ എന്താ കൈനീട്ടം, അതന്നെ. വീട്ടിൽ നിന്ന് വാങ്ങിയ പിന്നെ അമ്പലത്തിൽ പോയി വാങ്ങണമല്ലോ, അത് മസ്റ്റാണല്ലോ. അപ്പോൾ തൊട്ടടുത്തുള്ള അങ്ങളൂർ കാവിലേക്കാണ് പോയത്. പാടത്തിൻ്റെ നടുക്കുള്ള ഒരു അമ്പലം, ഒരു കുട്ടി അമ്പലമാണ്. ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു പോസിറ്റീവ് വൈബാണുള്ളത്. അങ്ങനെ അവിടെ ചെന്ന് തൊഴുത് തിരുമേൻ്റെ നിന്ന് കൈനീട്ടം വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ടും പോയി. കാരണം ഇനി അവിടെ പോയിട്ട് കൈനീട്ടം വാങ്ങണമല്ലോ, അതന്നെ മെയിനായിട്ട്. അങ്ങനെ വീട്ടിൽ ചെന്ന് കൈനീട്ടമൊക്കെ പോക്കറ്റിലാക്കിയതിന് ശേഷം ഏട്ടൻ്റെ ബുള്ളറ്റ് ഒന്ന് ഓടിച്ചു വെക്കാനായിട്ട് പോയി. കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. അങ്ങനെ അതും ഈ വിഷുവിന് അങ്ങ് സാധിച്ചു. അങ്ങനെ ബുള്ളറ്റ് ഓടിക്കലൊക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ ഒരു സവാരിക്ക് പോയിട്ട് പടക്കം വാങ്ങിയിട്ടാണ് തിരിച്ചു പോകുന്നത്. അച്ഛൻ്റെ കൂടെ സവാരിക്ക് പോയത് ദേ ഈ ഫാന് വാങ്ങാനായിട്ടാണ്. അത് ഫിറ്റ് ചെയ്യണതും അച്ഛൻ തന്നെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് സിനിമയ്ക്ക് പോകാമെന്ന് എല്ലാവരും കൂടെ പ്ലാൻ ഇട്ടത്. വാഴയ്ക്ക് പോകാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ലാസ്റ്റ് നിമിഷത്തെ പ്ലാൻ ആയതുകൊണ്ട് നമുക്കതിന് ടിക്കറ്റ് കിട്ടിയില്ല. അവസാനം കിട്ടിയ ടിക്കറ്റ് എടുത്തിട്ട് പള്ളിച്ചട്ടമ്പി കാണാനാണ് പോയത്. അങ്ങനെ അവിടെ ചെന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് മൂവിക്ക് കയറിയത്. നല്ല കണ്ടിരിക്കാൻ പറ്റിയൊരു അടിപൊളി മൂവി തന്നെയാണ്. പിന്നെ അതിനിടയിൽ നമുക്ക് വിശക്കുമല്ലോ, സ്വാഭാവികം. അപ്പോൾ പിന്നെ ഇൻ്റർവെല്ലിന് കഴിക്കാനായിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കൊല്ലത്തെ വിഷുവും കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എത്ര കൈനീട്ടം കിട്ടിയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് അത്രയ്ക്കുള്ളൂ. ചാനൽ ഇഷ്ടമായിരുന്നു, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.